LPGക്ക് പകരമായി എഥനോൾ പാചകവാതകമായി ഉപയോഗിക്കാനാകുമെന്ന നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ എഥനോൾ ഗ്യാസ് സ്റ്റൗ വിപണിയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾക്ക് തുടക്കമായി. നമസ്കാരം, ഞാൻ ജാസ്മിൻ. LPGക്ക് പകരം എഥനോൾ അധിഷ്ഠിത പാചകവാതകം രാജ്യവ്യാപകമായി പ്രചാരത്തിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് പലരും സംശയത്തോടെയാണ് ശ്രവിച്ചത്. എന്നാൽ അത് ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്നതിന്റെ സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്. LPG സിലിണ്ടറുകളുടെ ആവശ്യം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന എഥനോൾ അധിഷ്ഠിത ഗ്യാസ് സ്റ്റൗകൾ ഉടൻ വിപണിയിലെത്തുമെന്നാണ് വിവരം. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളെക്കാൾ കുറഞ്ഞ ചിലവിൽ പാചകം ചെയ്യാൻ പുതിയ രീതിയിലൂടെ കഴിയുമെന്ന് നിതിൻ ഗഡ്കരി അവകാശപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ അവകാശവാദം വിജയിച്ചാൽ രാജ്യത്തിന് കോടികൾ ലാഭിക്കാനാകും. പരമ്പരാഗത LPG, മണ്ണെണ്ണ, വിറകടുപ്പുകൾ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദവും കാര്യക്ഷമവുമാണ് ഈ സാങ്കേതിക വിദ്യ. പുകയോ കാർബൺ മോണോക്സൈഡോ പുറന്തള്ളാത്തതിനാൽ ആരോഗ്യപരമായും എഥനോൾ അധിഷ്ഠിത ഗ്യാസ് സ്റ്റൗകൾ ഗുണകരമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാചക ചെലവ് കുറയ്ക്കാനും ഇറക്കുമതി ഇന്ധനങ്ങളിലുള്ള ആശ്രയത്വം കുറയ്ക്കാനും ഇതിന് സാധിക്കും. രാജ്യത്തെ വിവിധ IIT-കളുടെ നേതൃത്വത്തിലാണ് എഥനോൾ സ്റ്റൗകളുടെ വികസനവും പരീക്ഷണങ്ങളും പുരോഗമിക്കുന്നത്. വിവിധ മോഡലുകൾ ഉടൻ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ചില പഠനങ്ങൾ പ്രകാരം LPGയേക്കാൾ 20 മുതൽ 30% വരെ കൂടുതൽ ഇന്ധനക്ഷമത കൈവരിക്കാൻ ഈ സ്റ്റൗകൾക്ക് സാധിക്കും. ബ്രസീൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിലവിൽ എഥനോൾ അധിഷ്ഠിത പാചക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലം എണ്ണവിലയും പാചകവിലയും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ എഥനോൾ അധിഷ്ഠിത പാചകവാതകത്തെ സംബന്ധിച്ച പ്രഖ്യാപനം ശ്രദ്ധ നേടിയത്. ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകൾ ഉൾപ്പെടെ LPGയെ ആശ്രയിക്കുന്ന മേഖലകൾ നിലവിൽ ചെലവുഭാരം നേരിടുമ്പോൾ ബദൽ ഇന്ധനമെന്ന നിലയിലാണ് എഥനോളിനെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ ആവശ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പാചകവാതകത്തിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2024-2025 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ഉപയോഗിച്ച 31.3 ദശലക്ഷം ടൺ LPGയിൽ 20.66 ദശലക്ഷം ടണ്ണും ഇറക്കുമതിയായിരുന്നു. ഇത്തരത്തിലുള്ള വൻ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കുന്ന നീക്കമായാണ് എഥനോൾ സ്റ്റൗ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. കരിമ്പ്, ചോളം, കാർഷികാവശിഷ്ടങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് ഇന്ത്യയിൽ പ്രധാനമായും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ എഥനോളിന്റെ ഉപയോഗം വർദ്ധിച്ചാൽ കർഷകർക്ക് അധിക വരുമാനവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവും ലഭിക്കുമെന്നത് കാർഷിക രംഗത്തും പ്രതീക്ഷയുണർത്തുന്നു. എന്നാൽ LPGക്ക് പൂർണ്ണ പകരക്കാരനാകാൻ എഥനോൾ സ്റ്റൗകൾക്ക് മുന്നിൽ ചില വെല്ലുവിളികളുമുണ്ട്. രാജ്യത്ത് ഇതിനകം ശക്തമായ LPG വിതരണ ശൃംഖല നിലവിലുണ്ട്. അതിനെ മറികടന്ന് എഥനോൾ സാധാരണക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ വ്യാപകമായ വിതരണ സംവിധാനവും സ്ഥിരമായ ലഭ്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. കൂടാതെ സ്റ്റൗവിന്റെ വിലയും ഇന്ധന ചെലവും മത്സരാധിഷ്ഠിതമാക്കേണ്ടതായുമുണ്ട്. സർക്കാർ പിന്തുണയോടെയും കാര്യക്ഷമമായ വിതരണ സംവിധാനത്തോടെയും ഈ പദ്ധതി നടപ്പായാൽ ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും പാചക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനും എഥനോൾ സ്റ്റൗകൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.